പുത്തരിക്കണ്ടം മൈതാനത്ത് പ്രസംഗിച്ചതുപോലെയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചതെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ചില്ലെന്നും കാർഷിക മേഖലയെ പരിഗണിച്ചില്ലെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു അദ്ദേഹം. കേരളം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും ഈ ബജറ്റിൽ പരാമർശിച്ചില്ല. ഇന്ത്യയിൽ ഏറ്റവുമധികം തൊഴിലില്ലായ്മ നേരിടുന്ന സംസ്ഥാനമാണ് കേരളം. ഈ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയും ബജറ്റിൽ നിർദ്ദേശിച്ചിട്ടില്ല. കേരളത്തിലെ തകർന്നടിഞ്ഞ വ്യാവസായിക രംഗത്തെ പുനർജീവിപ്പിക്കാൻ വേണ്ട യാതൊരു നിർദ്ദേശവും ബജറ്റ് മുന്നോട്ട് വച്ചിട്ടില്ല. സംസ്ഥാന സർക്കാർ ശരിയായ രീതിയിൽ കേന്ദ്രത്തിൽ നിന്നും പലതും നേടിയെടുക്കുന്നതിൽ വീഴ്ച ഉണ്ടാക്കുന്നു. കേന്ദ്ര അവഗണനയാണ് എന്ന തേഞ്ഞൊട്ടിയ രാഷ്ട്രീയം പറയുന്നു. 10ാം ധനകാര്യ കമ്മീഷന്റെ കാര്യം മാത്രമാണ് ഇപ്പോഴും പറയുന്നത്. വിഴിഞ്ഞം, മെട്രോ ലൈൻ, ജൽ ജീവൻ ഇവയെല്ലാം കേന്ദ്ര ആവിഷ്കാര പദ്ധതിയാണ്. പണം ഞങ്ങൾ തരും. നാളികേര റബ്ബർ മേഖലയിലെ കർഷകർക്ക് വേണ്ടി എന്താണ് മാറ്റിവെച്ചത്? കാപട്യം നിറഞ്ഞ ബജറ്റാണിത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ്. സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് കേന്ദ്ര സർക്കാർ എത്ര രൂപയാണ് മാറ്റിവെച്ചത്? നാഥനില്ല കളരിയാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ. ദീർഘവീക്ഷണമില്ലാത്ത സമീപനം. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന തലതിരിഞ്ഞ നയമാണ് കേരളത്തിൻ്റേത്. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സമ്പൂർണ്ണ ഭരണ തകർച്ചയാണ്. നടത്തിയത് കവലപ്രസംഗം മാത്രം. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം മോദി സർക്കാർ എന്ന് പിണറായി പറഞ്ഞു. വി.ഡി. സതീശൻ അതിനെ പിന്തുണച്ചു. യു.ഡി.എഫിൻ്റെ സമരപ്രഖ്യാപനമൊന്നും വിജയിക്കില്ല. എൽ.ഡി.എഫിൻ്റെ പ്രചാരണത്തെ എതിർക്കുന്നതിന് പകരം പിന്തുണയ്ക്കുന്ന നിലപാട് പ്രതിപക്ഷത്തിൻ്റേതെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.